ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നവംബർ 14 നല്ല സന്തോഷത്തിൻ്റെ ഒരു ദിവസമായി. രാവിലെ 7 മണിക്ക് തൊട്ട് തന്നെ വലിയവൾക്ക് പ്രസവവേദന വന്നു. ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും പ്രസവിച്ചു. 11 മണിയാകുമ്പോഴേക്കും രണ്ടാം കുട്ടിയൊക്കെ വീണു. അങ്ങനെ പകൽ തന്നെ ആ പണികളൊക്കെ കഴിഞ്ഞ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഗീർ ക്രൂസ് പശു ആയതുകൊണ്ട് തന്നെ അവളെ കുത്തിവെക്കാൻ വരുമ്പോൾ ഗീർ സെമൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവാം കുത്തിവെച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഗീർ കുട്ടിയായിട്ടാണ് കിട്ടിയത്. പക്ഷേ മൂരിക്കുട്ടനായിപ്പോയി, പെൺകുട്ടിയല്ല. എന്തായാലും പ്രസവമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അമലിൻ്റെ അടുത്ത് നമ്മൾ ഈ പശുവിൻ്റെ ആദ്യത്തെ മൂരിക്കുട്ടൻ ഇപ്പോഴും ഉണ്ട്. അവിടെ സുൽത്താൻ എന്നാണ് പേരിട്ട് വിളിച്ചത്. 2 വയസ്സായ സുൽത്താനുണ്ട്. അപ്പോൾ ഒരു ജൂനിയർ സുൽത്താനാണ് ഇപ്പോൾ ഉണ്ടായേക്കണത്. അപ്പോൾ ഒരു പെൺകുട്ടീനെ മനസ്സിലാഗ്രഹിച്ചത് കൊണ്ട് തന്നെ മനസ്സിനൊരു ചെറിയൊരു വിഷമം ഉണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പശുവും കൂടി ഉണ്ട് പ്രസവിക്കാൻ. 4 ഗർഭിണികളായിരുന്നു വീട്ടിൽ. ഇത് 3ാമത്തെ. ഇനി കിങ്ങിണി മോളും കൂടി ഉണ്ട് അടുത്ത മാസം പ്രസവിക്കാനായിട്ട്. അപ്പോൾ അവളുടെ 2ാമത്തെ പ്രസവമാണ്. കഴിഞ്ഞ പ്രസവത്തിന് നമുക്ക് നല്ല പോലെ പാല് കിട്ടിയിരുന്നു. അപ്പോൾ ഇതും കുഴപ്പങ്ങളൊന്നുമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പാല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓരോ പ്രതീക്ഷകളാണല്ലോ ക്ഷീരകർഷകരെ സംബന്ധിച്ച്. വരുമാനം നമ്മുടെ അമ്മണീനെ കൊടുത്തപ്പോൾ ആരോ കമൻറ്റ് ചെയ്തു വരുമാനം നിർത്തിയപ്പോൾ അറക്കാൻ കൊടുത്തുന്നു. പക്ഷേ ആ വരുമാനം, പശുക്കളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ 80% തീറ്റയ്ക്ക് ചിലവാകുമെന്ന് ക്ഷീരകർഷകരായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും. കാരണം അവർക്ക് ഒരുപാട് തീറ്റ ചിലവ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. നമുക്കൊരു പശുവിനെ വിൽക്കണമെങ്കിലോ വാങ്ങണമെങ്കിലോ ഒക്കെ നമ്മൾ തീരുമാനം എടുത്താൽ മതി. പിന്നെ ഞങ്ങളുടെ വിജയം കുറച്ചെങ്കിലും ആവണത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് വേറെ ആൾക്കാർക്ക് ജോലിക്കാരെ വെക്കാതെ തന്നെ ഞാനും ചേട്ടനും 365 ദിവസവും കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് കായത്തൊലി പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഫാം ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. മറ്റു കുട്ടികളെക്കാളും കുറച്ച് ക്ഷീണിതൻ പോലെയാണ് അവൻ ഇരിക്കണത്. ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കുഞ്ഞോളുടെ ഒരു മോൻ, ദേവുട്ടിയുടെ മോള്, ഇപ്പോൾ വലിയവളുടെ മോൻ, എനിക്ക് ഇങ്ങനെ മോളുടെ കുട്ടിയും കൂടി വരാനുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഒക്കെ കളികളൊക്കെ അടുത്തടുത്ത വീഡിയോകളിൽ കാണാം.